മറ്റു വാർത്തകൾ പരിശോധിച്ച ശേഷം കെ സുധാകരനുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി മ്യൂസിയം പോലീസ്. മൊഴിയെടുത്തത് കേരള കോൺഗ്രസ് എം നേതാവും പരാതിക്കാരനുമായ എച്ച് ഹഫീസിന്റെയാണ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ പരാതിക്കാരനിൽ നിന്ന് മ്യൂസിയം പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്? എന്തൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? കൂടോത്ര വിവാദത്തിൽ ഇപ്പോൾ പരാതിക്കാരന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. കെ സുധാകരന്റെ ഓഫീസ് വളപ്പിലും വീട്ടുവളപ്പിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടോത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആഭിചാര ക്രിയകൾ നടന്നു എന്ന സംശയം ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ കെ സുധാകരന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ മ്യൂസിയം പോലീസിന് പരാതി ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കേരള കോൺഗ്രസ് എം നേതാവാണ് പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ പരാതിക്കാരനിൽ നിന്ന് ഈ വിഷയത്തിൽ കൂടോത്ര വിവാദത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. അഞ്ജു ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഈ പരാതിക്കാരനിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്? എന്തൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ലക്ഷ്മി, KPCC പ്രസിഡന്റ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഈ കൂടോത്ര വിവാദത്തിലാണ് നിലവിൽ ഇപ്പോൾ പരാതിക്കാരന്റെ മൊഴി മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് ACP ആണ് മ്യൂസിയം പോലീസിനോട് കേസ് അന്വേഷണത്തിനായി നിർദ്ദേശം നൽകിയത്. തൊട്ടു പിന്നാലെയാണ് പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. കേരള കോൺഗ്രസ് എം നേതാവ് എച്ച് ഹഫീസിന്റെ മൊഴിയാണ് മ്യൂസിയം പോലീസ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയത്. ഈ കൂടോത്രത്തിന്റേതെന്ന് പറയപ്പെടുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹഫീസ് ഈ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ഈ ഒരു മൊഴിയെടുപ്പ് ഉണ്ടായത്. ഈ വിവാദമുണ്ടാകാൻ ഇടയായ വീഡിയോ ദൃശ്യങ്ങൾ ഈ പരാതിക്കാരൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ തെളിവുകളൊക്കെ കൈമാറിയെന്നാണ് നിലവിൽ പരാതിക്കാരനിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഒപ്പം അടുത്ത ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ VIP സുരക്ഷയുള്ള കെ സുധാകരന്റെ വീട്ടിൽ, തിരുവനന്തപുരത്തെ വസതിയിൽ, ഒപ്പം ഈ പാർട്ടി ഓഫീസിലടക്കം അതിക്രമിച്ചു കയറിയത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. അതിനാൽ ഈ മരണഭയം സൃഷ്ടിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. എന്നാൽ കെ സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ കെ സുധാകരന്റെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യമായിരുന്നു. ഇതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒപ്പം കെ സുധാകരന്റെ മുൻ സ്റ്റാഫായിട്ടുള്ള ബിപിൻ മോഹൻ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്തുക. ഈ പരാതിക്കാരന് മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി, കൂടോത്ര വിവാദത്തിൽ ഇപ്പോൾ പരാതിക്കാരന്റെ പോലീസ് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത്.